തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചാരണത്തിന് മാറ്റുകൂട്ടുന്ന വസ്തുക്കളുടെ വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിച്ച ടീഷർട്ട് ഉൾപ്പെടെ വിപണിയിലെത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തൊട്ടരികിലെത്തുമ്പോൾ പ്രചാരണ രംഗം സജീവമാക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രചാരണത്തിന് കൊഴുപ്പേകുന്നത് കൊടിത്തോരണങ്ങളും ബോർഡുകളും ചുമരെഴുത്തുമെല്ലാമാണ്. പാർട്ടി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത കൊടികൾ, തൊപ്പികൾ, റിബൺ, സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിച്ച ടീഷർട്ടുകൾ, പ്രമുഖ നേതാക്കളുടെ മുഖംമൂടികൾ തുടങ്ങി വോട്ടർമാരെ ആകർഷിക്കാൻ വിവിധ വസ്തുക്കളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളെക്കാളൊക്കെ കൂടുതൽ ഐറ്റംസ് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ സാവകാശം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അതല്ല. ഇപ്പോൾ ഒരു പാർട്ടിക്കാർ ഒരു സ്ഥാനാർത്ഥി അവരുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി പിന്നെ മറ്റൊരു വേഗം വന്ന് ചെയ്യാണ്. കോഴിക്കോട്ടെ കടകളിലേക്ക് പ്രധാനമായും ബംഗളൂരുവിൽ നിന്നാണ് സാധനങ്ങൾ എത്തിക്കുന്നത്. അധികം ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് ചിലർ കെട്ടോടെ കൊണ്ടുപോകുന്നുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ പോകുന്നുണ്ട്. നഗര ഗ്രാമഭേദമന്യേ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഫ്ലെക്സിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും നിരോധനമുള്ളതിനാൽ പേപ്പറുകളിലും തുണികളിലും തീർത്ത ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിയിരിക്കുന്നത്. ഇനിയുള്ള നാളുകൾ ഇത്തരം കച്ചവടക്കാർക്ക് നല്ല കാലമാണ്. കോഴിക്കോട് നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.